നമസ്കാരം. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് 2026 ജൂൺ മാസം 2-ാം തീയതി പകൽ 1:48 ദേവഗുരുവായ വേഴം മിഥുന രാശിയിൽ നിന്നും വേഴത്തിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് മാറുകയാണ്. ഈ മാറ്റം 12 രാശിയിൽപ്പെട്ട 27 നക്ഷത്രക്കാരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതാണ് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ പറയുന്നത് വൃശ്ചികക്കൂറുകാർക്ക് എങ്ങനെയാണ് ദേവഗുരുവിൻ്റെ ഈ മാറ്റം അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ 2026 ജൂൺ മാസം 2-ാം തീയതി നടക്കുന്ന ആദിത്യതുല്യനായ ഗുരുഭഗവാന്റെ മിഥുന രാശിയിൽ നിന്നും കർക്കിടക രാശിയിലേക്കുള്ള മാറ്റം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കാൻ പോകുന്നു? അത് വിദ്യാഭ്യാസമായാലും തൊഴിൽ മേഖലയിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ, ആരോഗ്യം, കുടുംബം എന്നിങ്ങനെ സമസ്ത മേഖലകളിലും നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങളുടെ നക്ഷത്രം കമന്റ് ചെയ്യണം. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതാണ്. മുൻപത്തെ വീഡിയോകളിൽ കമന്റ് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷം 8-ാം ഭാവത്തിലായിരുന്നു വേഴം സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഈ 2026 ജൂൺ 2 മുതൽ അത് 9-ാം ഭാവത്തിലേക്ക് ഭാഗ്യസ്ഥാനത്തേക്കാണ് പ്രവേശിക്കുന്നത്. ജ്യോതിഷത്തിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒന്നാണ് 9-ലെ വേഴം. 9-ൽ ഗുരു വന്നാൽ ഒടുങ്ങാത്ത ഭാഗ്യം എന്നാണ് പ്രമാണം. ഭാഗ്യങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ് വൃശ്ചികക്കൂറുകാരായ വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാലം തടസ്സപ്പെട്ട് കിടന്ന പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ്. അപ്പോൾ ആ കാലഘട്ടം മാറാൻ പോവുകയാണ് ഈ ജൂൺ 2-ാം തീയതി മുതൽ. അപ്പോൾ ഇത്രയും കാലം നിങ്ങൾക്ക് തടസ്സപ്പെട്ട് കിടന്ന എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. ഈശ്വരാനുഗ്രഹം കൂടുതലുള്ള ഒരു സമയം കൂടിയാണ്. ഇതുവരെയുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക്, കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു ഫലം കിട്ടാൻ പോകുന്ന ഒരു വർഷമാണ് ഈ ഒരു ദേവഗുരുവിൻ്റെ മാറ്റം എന്ന് പറയുന്നത്. മറ്റൊന്ന്, പിതൃതുല്യരായവരുടെ സഹായം, പിതാവിൽ നിന്നോ പിതൃതുല്യരായ വ്യക്തികളിൽ നിന്നോ വലിയ പിന്തുണ ലഭിക്കുന്ന ഒരു സമയമാണ്. ദീർഘദൂര യാത്രകൾക്കും തീർത്ഥാടനങ്ങൾക്കും നിങ്ങൾക്ക് ഈ വർഷം യോഗമുണ്ട്. അപ്പോൾ ഈ ധനാധിപനും ബുദ്ധിസ്ഥാനാധിപനുമായ ഗുരു ഭാഗ്യസ്ഥാനത്ത് വരുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ ശരിയായ ദിശയിലാകും എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി അനുഭവിച്ചിരുന്ന സാമ്പത്തിക ഞെരുക്കങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ദേവഗുരുവിൻ്റെ ഈ മാറ്റം എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും സുവർണ കാലഘട്ടമാണ് ഈ വരാൻ പോകുന്ന ഒരു വർഷക്കാലം. 5-ാം ഭാവാധിപൻ 9-ൽ നിൽക്കുന്നതിനാൽ ഉയർന്ന ബുദ്ധിശക്തിയും ഏകാഗ്രതയും ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് മികച്ച സർവകലാശാലകളിലോ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നിങ്ങൾക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സർവകലാശാലകളിൽ, അത് ഇന്ത്യക്കകത്തും പുറത്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് അഡ്മിഷൻ ലഭിക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ സാധ്യത ഈ വർഷം കൂടുതലാണ്. കാരണം ഈശ്വരാനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. ഭാഗ്യദേവത കടാക്ഷിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. ഈ സമയം നിങ്ങളുടെ ഇഷ്ടങ്ങൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ പരിശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അപ്പോൾ ഈശ്വരാനുഗ്രഹമുണ്ട്, ഭാഗ്യവുമുണ്ട്. അപ്പോൾ പിന്നെ എല്ലാം വീട്ടിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞ് നമുക്ക് ഇരിക്കാൻ സാധിക്കില്ല. ഈ ഒരു മാസം എന്ന് പറയുന്നത് നമ്മുടെ പഠന കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു മാസം കൂടിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ യഥാവിധി അപേക്ഷകൾ നൽകണം. കാരണം അങ്ങനെ നിങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ഒരുക്കമുണ്ടായാൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അതിനുള്ളൊരു പരിശ്രമം ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ വൃശ്ചികക്കൂറുകാരായ വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ 2026 ജൂൺ 2 മുതൽ നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങളുടെ ഒരു കാലഘട്ടം. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലി ലഭിക്കും. ഇതുവരെ ഇപ്പോൾ PSC ടെസ്റ്റൊക്കെ എഴുതിയിട്ട് കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ, ജോലിക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷകളൊക്കെ എഴുതി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ വർഷം ജോലി ലഭിക്കുമെന്നുള്ളതാണ്. അതിനുള്ള സാധ്യത
കൂടുതലാണ്. കാരണം നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഉള്ള ഒരു സമയമാണ്, ഭാഗ്യാനുഭവങ്ങളും ഉള്ള ഒരു സമയമാണ്. ഈ സമയം നിങ്ങൾക്കൊരു ജോലി എന്നത്, നിങ്ങളുടെ ഒരു സ്വപ്ന ജോലി എന്നത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. നിലവിലെ ജോലിയിൽ നിന്ന് ഉയർച്ച, പ്രമോഷനൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ശമ്പള വർധനവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല മേലുദ്യോഗസ്ഥരിൽ നിന്നും അനുകൂലമായ നിലപാടുകളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു സമയമാണ്. തൊഴിൽപരമായ യാത്രകൾ ഒക്കെ നിങ്ങൾക്ക് ലാഭകരമായിട്ട് വരുന്ന ഒരു സമയം കൂടിയാണ് ഈ വർഷം എന്ന് പറയുന്നത്. രണ്ടാം ഭാവാധിപന്റെ ശുഭസ്ഥിതി കാരണം ധനപരമായി വലിയ ഒരു പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് ഈ ദേവഗുരുവിന്റെ ഈ മാറ്റം, ഈ വേഴത്തിന്റെ ഈ മാറ്റം. കഴിഞ്ഞ വർഷം വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു വർഷമായിരുന്നു. ആ സമയത്ത് കൊടുത്ത പണം പോലും തിരികെ കിട്ടാത്ത ഒരവസ്ഥയായിരുന്നു. കൂടുതൽ കടം വാങ്ങി ജീവിക്കേണ്ടി വന്ന ഒരു വർഷവും കാലഘട്ടവും കൂടിയാണ്. അതിനൊക്കെ ഒരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. കാരണം നമ്മൾ കൊടുത്ത പണം കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന പണമൊക്കെ തിരിച്ച് നമുക്ക് കിട്ടുന്ന ഒരു സമയമാണ്. അതുമാത്രമല്ല കടബാധ്യതകളൊക്കെ നിങ്ങൾക്ക് ഈ വർഷം തീർക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കടബാധ്യതകൾ തീർക്കാനുള്ള വരവ് നിങ്ങൾക്ക് ഉണ്ടാകും. ചിട്ടികളോ ലോണുകളോ വഴി നിങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് നിങ്ങളുടെ പണങ്ങൾ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും. വിവിധ മേഖലകളിൽ നിന്നും പണം സ്വരൂപിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഒന്നിലധികം തൊഴിലുകളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്ന ഒരു വർഷം കൂടിയാണ് ഈ 2026 ജൂൺ 2 ശേഷമുള്ള സമയം. കച്ചവട രംഗത്തുള്ളവർക്ക് പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. മാത്രമല്ല പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ ലാഭകരമാകുന്ന ഒരു സമയം. പുതിയ ഉപഭോക്താക്കളെ നിങ്ങൾക്ക് ആകർഷിക്കാൻ സാധിക്കും. ബിസിനസ് വിപുലീകരിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതിലെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ദൈവാനുഗ്രഹം കൂടുതലുള്ളത് കൊണ്ട് തന്നെ അത് ലാഭത്തിൽ ആവാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ വിദേശവുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്കും ഇരട്ടി ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കൈവരുന്ന ദിനങ്ങളാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ ഒരു വർഷക്കാലം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്താലും അത് കുടുംബത്തിന് ദോഷമായിട്ട് വരും, അല്ലെങ്കിൽ കുടുംബക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടും വരാത്ത ഒരു സമയമായിരുന്നു. കാരണം എന്തിനും ഏതിനും കുറ്റപ്പെടുത്തലുകൾ കേട്ട് ആ ഒരു വർഷം തന്നെയാണ് കഴിഞ്ഞു പോയത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ്. കാരണം ഇനിയിപ്പം ജൂൺ 2 എന്ന് പറയുന്നത് വളരെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഇത്രയും നാൾ നമ്മൾ അനുഭവിച്ച കുടുംബത്തിലെ ഒരു അസ്വസ്ഥത, ആ ഒരു അസ്വസ്ഥതയൊക്കെ മാറി സമാധാനവും സന്തോഷവും കൈവരും. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താനഭാഗ്യവും ഉണ്ടാകുന്ന ഒരു സമയമാണ്. മക്കളുടെ വിവാഹം, ഉദ്യോഗം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ കേൾക്കാൻ, മക്കളെ കൊണ്ട് സന്തോഷിക്കാൻ ഒക്കെ നിങ്ങൾക്ക് അവസരമുള്ള ഒരു കാലഘട്ടമാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. കഴിഞ്ഞ കുറച്ചു കാലമായി അനുഭവിച്ചിരുന്ന അനാവശ്യ ഭയങ്ങളൊക്കെ മാറി, ടെൻഷൻ അനുഭവിച്ചു കൊണ്ടിരുന്ന അതൊക്കെ ഒന്ന് മാറി. ചില ആൾക്കാരെങ്കിലും ഡിപ്രഷനിലേക്ക് പോയ ഒരു സാഹചര്യം കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട്. ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി മാനസികാരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരു വർഷമാണ്. മാനസിക സമ്മർദ്ദങ്ങളൊക്കെ കുറഞ്ഞ് സന്തോഷകരമായിട്ടുള്ള ഒരു മാനസിക ശാരീരിക അവസ്ഥയിൽ നിങ്ങൾ എത്തുന്ന ഒരു വർഷം കൂടിയാണ് ഈ വരാൻ പോകുന്നത്. രോഗാവസ്ഥയിൽ ഇരിക്കുന്നവർക്ക് ശരിയായ ചികിത്സ നൽകാൻ സാഹചര്യം ഉണ്ടായാൽ ആരോഗ്യം വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയമാണ്. പൂർണ്ണ ആരോഗ്യവാനും ആരോഗ്യവതികളുമായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ 2026 ജൂൺ 2 വേഴത്തിന്റെ മാറ്റം കൊണ്ട് ഉണ്ടാകുന്നത്. മനസ്സിന് ശാന്തിയും ആത്മവിശ്വാസവും ഒക്കെ കൈവരുന്ന ഒരു സമയമാണ്. നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ മാറ്റം പൊതുവെ അനുകൂലമാണ് നമുക്ക് പൂർണ്ണമായും. കാരണം ഭാഗ്യസ്ഥാനത്തായതുകൊണ്ടെങ്കിൽ ഭാഗ്യാനുഭവങ്ങളും ഈശ്വരാനുഗ്രഹവും ഒക്കെ ഒരുപാടുള്ള ഒരു സമയം തന്നെയാണ് നമുക്ക് ഈ കിട്ടാൻ പോകുന്നത്. എന്നാലും മറ്റു ഗ്രഹങ്ങളുടെ ഗോചര സ്ഥിതികൾ അനുസരിച്ച് ചില മാസങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. നല്ല ഫലങ്ങൾ കിട്ടുന്ന ചില മാസങ്ങളുണ്ടാവും. അതിലേറ്റവും ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ കിട്ടുന്ന ഒരു മാസങ്ങൾ എന്ന് പറയുന്നത് 2026 ജൂൺ, ജൂലൈ, ഒക്ടോബർ, നവംബർ, അതുപോലെ 2027 ജനുവരി, ഫെബ്രുവരി ഈ മാസങ്ങളിൽ പുതിയ തുടക്കങ്ങൾക്കും എല്ലാ ശുഭകാര്യങ്ങൾക്കും ഏറ്റവും നല്ല മാസങ്ങളാണ്. നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഈ മാസങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ നല്ല സംരംഭങ്ങൾ തുടങ്ങാൻ, വിദ്യാഭ്യാസത്തിന് മുന്നിട്ടിറങ്ങാൻ, നിങ്ങളുടെ ജീവിതത്തിലെ ശുഭകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും തുടക്കം കുറിക്കാനും നടത്താനുമൊക്കെ ഇത് നല്ല സമയമാണ്. ഗോചരാലുള്ള മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി ചിലപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായി
സമയമായിട്ട് വരണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ 2026 ആഗസ്റ്റ്, സെപ്റ്റംബർ, ഡിസംബർ ഈ സമയങ്ങളിലൊക്കെ സൂര്യൻ്റെയും ചൊവ്വയുടെയും ഗോചരവശാലുള്ള മാറ്റങ്ങൾ കാരണം ചെറിയ രീതിയിലൊക്കെ ദേഷ്യം കൂടാനും ധനനഷ്ടത്തിനുമൊക്കെ സാധ്യതയുള്ള ഒരു മാസങ്ങളാണ്. ഈ മാസങ്ങളിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ 2 തവണയെങ്കിലും ആലോചിച്ച് തീരുമാനമെടുക്കുക. അല്ലെങ്കിൽ വിദഗ്ധരോ, നമ്മൾ ഏത് മേഖലയിലേക്കാണോ പോകാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിൻ്റെ വിദഗ്ധരുമായിട്ടോ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരുമായിട്ടോ കൂടിയാലോചനകളൊക്കെ നടത്തി അതിൻ്റെ വരായികളൊക്കെ നോക്കി വേണം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട്. അതിലെ വിശാഖം അവസാന കാൽപാദക്കാരെ സംബന്ധിച്ച് അവർക്ക് തൊഴിൽ വലിയൊരു പുരോഗതി കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. ആഗ്രഹിച്ച സ്ഥലം മാറ്റം, ആഗ്രഹിച്ച സ്ഥലത്തേക്കുള്ള മാറ്റം, ശമ്പള വർധനവ്, പ്രമോഷൻ, ഇങ്ങനെയൊക്കെ തൊഴിൽ മേഖലയിൽ വിശാഖം അവസാന കാൽപാദക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നല്ല ഫലങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. ഒരു ചെറിയ ദോഷം എന്ന് പറയാൻ നമുക്ക് പറ്റുന്നത് ചെറിയ രീതിയിലുള്ള അലച്ചിലും യാത്രാക്ലേശവും ഒക്കെ നിങ്ങൾ ഈ സമയത്ത് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അത് പ്രാർത്ഥനകളിലൂടെയും കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയൊക്കെ മുന്നോട്ട് പോകാം. വെറുതെ അലഞ്ഞു തിരിഞ്ഞിട്ട് കാര്യമില്ല, വെറുതെ യാത്ര ചെയ്തത് കൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ യാത്രകളെക്കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടാക്കി കൃത്യമായി പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ തീരുമാനിച്ച് മുമ്പോട്ട് പോവുക. അപ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു കിട്ടും. പിന്നെ പ്രാർത്ഥനകളാണ്. അതിനുവേണ്ടി വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനവും മഞ്ഞ വസ്ത്രങ്ങളോ മധുര പലഹാരങ്ങളോ ഒക്കെ ദാനം ചെയ്യുന്നതും ഒക്കെ നിങ്ങളുടെ ഈ ദോഷങ്ങൾ മാറ്റി അത് ഗുണകരമാകുന്നതിന് നിങ്ങളെ സഹായിക്കും. രണ്ടാമതെന്ന് പറയുന്നത് അനിഴം നക്ഷത്രക്കാരാണ്. അനിഴം നക്ഷത്രക്കാർക്ക് ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി നടക്കുന്നത് ഇതിലുള്ള കടബാധ്യതകൾ തീർക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും കൈവരുന്ന ഒരു വർഷമാണ്. വീട്, വാഹനമൊക്കെ വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വർഷമാണ് അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വേഴമാറ്റം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിലവിലെ ഒരു മാനസിക സംഘർഷമാണ് കടബാധ്യതകൾ. ആ കടബാധ്യതകളൊക്കെ തീർത്ത് ജീവിതം ഒന്ന് സെറ്റിൽ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അപൂർവ അവസരമാണ്, ഒരു ഭാഗ്യമാണ് ഈ വരുന്നത്. ഒരു ചെറിയ ദോഷം എന്ന് പറയാനായിട്ട് പറ്റുന്നത് പങ്കാളിയുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, വേറെ ഗോചരാലുള്ള മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതികളൊക്കെ വരുമ്പോൾ ചെറിയ ദേഷ്യമൊക്കെ കൂടാനും എടുത്തു ചാടി കാര്യങ്ങൾ പറയാനും പെട്ടെന്ന് തർക്കിക്കാനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ സാധ്യത ചിലപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ആണെങ്കിൽ അത് ചെറിയ അസ്വാരസ്യങ്ങൾക്കൊക്കെ കാരണമാകും. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഒന്ന് ശ്രദ്ധിച്ച് അനിഴം നക്ഷത്രക്കാർ മുന്നോട്ട് പോവുക. ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം നടത്തുക, ശ്രീ ശാസ്താ ക്ഷേത്ര ദർശനം നടത്തുക. വ്യാഴാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളുടെ അനിഴം നക്ഷത്രക്കാരുടെ ഈ ദോഷങ്ങളൊന്ന് കുറയ്ക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. മറ്റൊന്ന് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. നിങ്ങൾക്ക് ബിസിനസ്സിലൊക്കെ വലിയ വിജയം നേടാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ വരാൻ പോകുന്നത്. വിദേശ യാത്രായോഗം, വിദേശത്ത് പഠിക്കുവാനോ ജോലിക്കോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു വർഷമാണിത്. അതുപോലെ തന്നെ ആരോഗ്യം മെച്ചപ്പെടുന്ന ഒരവസ്ഥ കൂടി തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഉണ്ട്. തൃക്കേട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സംസാരത്തിലൊക്കെ കുറച്ച് നിയന്ത്രണം ആവശ്യമായിട്ടുള്ള ഒരു സമയമാണ്. കുറച്ച് ദേഷ്യം കൂടുതലുള്ളവരാണ്. തൃക്കേട്ട നക്ഷത്രക്കാരും അങ്ങനെയാണ്. മുന്നും പിന്നൊന്നും നോക്കില്ല. ഇഷ്ടമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ മുഖത്തടിച്ചതുപോലെ എടുത്ത് പറഞ്ഞു കളയും. അപ്പം അതുകൊണ്ട് അതൊന്ന് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളുടെ എണ്ണം കൂടും. ഇപ്പോഴാണെങ്കിൽ നമ്മൾ എടുത്തടിച്ചതുപോലെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനത്തിന് ഇഷ്ടപ്പെടില്ല, ആർക്കും ഇഷ്ടപ്പെടില്ല. നമ്മളെ കൂടെ നിൽക്കുന്നവർക്ക് പോലും ചിലപ്പോൾ നമ്മളോടൊരു വിദ്വേഷം തോന്നാം. നമ്മുടെ സംസാരത്തിൽ നിന്ന് തന്നെ തോന്നാം. സംസാരം കുറച്ച് നിയന്ത്രിച്ച് മുൻപോട്ട് പോകുന്നത് നിങ്ങൾക്ക് ഏറെ ഗുണകരമായിരിക്കും. പരിഹാരമെന്ന് പറയുന്നത് ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമിക്ക് വെണ്ണ സമർപ്പിക്കുക, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനവും വ്യാഴാഴ്ചകളിൽ ഗുരുവായൂരപ്പനെ മനസ്സാ സ്മരിച്ച് പ്രാർത്ഥിക്കുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറെ ഗുണകരമായിരിക്കും. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വളരെ നല്ല ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലുണ്ടായ കടബാധ്യതകളും മാനസിക പ്രയാസങ്ങളും എല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങളുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്ന ഈ മാറ്റമെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വാതിലുകളും നിങ്ങൾക്കായിട്ട് തുറക്കപ്പെടുന്ന ഒരു സമയമാണ്. കാലങ്ങളിലെ എല്ലാ പ്രതിസന്ധികളും ഒക്കെ മാറി ജീവിതം മനോഹരമാകാൻ പോകുന്ന ഈ സമയം
സമയം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. പോസിറ്റീവ് ചിന്തകളോടെ മുന്നോട്ട് പോവുക. അതുകൂടാതെ നിങ്ങളുടെ ജാതകം കൂടി ഒന്ന് പരിശോധിച്ചു കൊള്ളണം. കാരണം ഏത് ദശാകാലങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത്. ഉച്ചസ്ഥനായിട്ടുള്ള വേഴം എല്ലാ അനുഗ്രഹങ്ങളും തരുന്ന ഒരു സമയമാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടിയും ദാനധർമാദികളോടുകൂടിയും നമ്മുടെ സ്വഭാവത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്തിയും ഒക്കെ മുന്നോട്ട് പോകുന്നതാണ് അതിൻ്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ദേവഗുരുവിൻ്റെ ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വൃശ്ചികക്കൂറുകാരായ വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും സർവേശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.